നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ വൈകിട്ട് ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അതായത് ടെക്നീഷ്യൻ, റെയിൽവേയുടെ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വിളിക്കുന്ന രണ്ട് മേജർ കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് ഗ്രേഡ് 1, അടുത്തത് ഗ്രേഡ് 3. ഈ രണ്ട് കാറ്റഗറിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു. നമുക്കറിയാം, കഴിഞ്ഞ കൊല്ലം വിളിച്ച സെയിം കാര്യങ്ങൾ വെച്ചിട്ട് വീണ്ടും ഈ കൊല്ലം വിളിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞിരുന്നു, ഇനി എല്ലാ കൊല്ലവും റെയിൽവേ എന്ത് ചെയ്യും, ടെക്നീഷ്യൻ, ALP, JE, NTPC, ഗ്രൂപ്പ് ഡി മുതലായ പോസ്റ്റുകൾ വിളിക്കും. അതിനൊരു ഇയർലി കലണ്ടറൊക്കെ ഓൾറെഡി RRB ഇട്ടിട്ടുണ്ടായി. സോ ബേസിക്കലി എന്ത് പറ്റിയിട്ടുണ്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3ഉം വിളിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു. അതിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് കഴിഞ്ഞ കൊല്ലത്തെ സിലബസ് വെച്ചിട്ട്, കഴിഞ്ഞ കൊല്ലത്തെ നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് ഡീറ്റെയിൽ അനാലിസിസ് ചെയ്തിട്ടുണ്ടായി. PYQനെ പറ്റി പറഞ്ഞിട്ടുണ്ടായി. അതിൽ GK ഉണ്ടാവുന്ന പ്രത്യേകത എന്താ എന്ന് പറഞ്ഞിട്ടുണ്ടായി. ചുരുക്കം പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു സീരിയസ് ആസ്പിറന്റിന് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് കയറാൻ വേണ്ടി വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് തരുന്നുണ്ട്. അപ്പൊ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ഈ ജനറൽ അവയർനെസിന്റെ പ്രത്യേകത, നമ്മൾ NTPCക്ക് ജനറൽ അവയർനെസ് പഠിക്കുന്ന പോലെ ടെക്നീഷ്യൻ ജനറൽ അവയർനെസ് പഠിക്കണോ? വേണ്ട, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അല്ലെങ്കിൽ RRB JE ജൂനിയർ എഞ്ചിനീയറിംഗ് നമ്മൾ ജനറൽ അവയർനെസ് GK പഠിക്കുന്ന പോലെ ടെക്നീഷ്യന് പഠിക്കണോ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. സോ ഈ ഒരു കാര്യം കറക്റ്റായിട്ടും വ്യക്തമായിട്ടും ക്വസ്റ്റ്യൻസ് വെച്ച്, PYQs വെച്ചിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്താണ് വ്യത്യാസം, നിങ്ങൾ ടാർഗറ്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കണം, എങ്ങനെ നമുക്ക് വിജയത്തിലേക്ക് എത്താം. ഒരൊറ്റ ടയറേ ഉള്ളൂ, ഒരു പരീക്ഷ കയറിയാൽ ജീവിതം സെറ്റാ. സോ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പ്ലേലിസ്റ്റിൽ ഇനിയും വരുന്നുണ്ടാവും. അതിലേക്കുള്ള റീസെന്റ് അഡീഷൻ ആയിട്ട് ഞാൻ പറയുകയാണെന്ത്, നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു. നമുക്ക് നോക്കാം നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന്. ഇത്രയും വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ ഇന്ന് നോട്ടിഫിക്കേഷന്റെ വീഡിയോ ചെയ്തു. അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മുടെ പോസ്റ്റ് ഗ്രേഡ് 1ന് ഒരുപാട് പോസ്റ്റുകളുണ്ട്, 30ന്റെ മുകളിൽ പോസ്റ്റുകളുണ്ട്. ഗ്രേഡ് 3ക്ക്, ഗ്രേഡ് 1ന്റെ സിഗ്നൽ ഒരു പോസ്റ്റും. സോ ഇതിൽ ഏത് പോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റി കൊടുക്കണം, ഏത് ആദ്യം വെക്കണം, അതിന്റെ കാര്യങ്ങളെല്ലാം പോസ്റ്റ് അനാലിസിസും സോൺ അനാലിസിസും ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന്റെ പുറകെ വരുന്നുണ്ട്. അത് കണ്ടിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാമുള്ളൂ. കഴിഞ്ഞ വട്ടം അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് അറിയാം. പുതിയ കുട്ടികൾ ആലോചിച്ചോളുക, അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പ്രയോറിറ്റി സെറ്റ് ചെയ്യേണ്ട കാര്യം സെറ്റ് ചെയ്ത് വെക്കുക. എനിക്ക് ഏതാണ് വേണ്ടത്, എനിക്ക് ഏത് ട്രേഡിലാണ് ജോലി കിട്ടേണ്ടത്, അത് വർക്ക്ഷോപ്പ് ഉണ്ടാവും, വർക്ക്ഷോപ്പ് അല്ലാത്ത ഉണ്ടാവും, ഫീൽഡ് ജോബ് ഉണ്ടാവും, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ വരും. എന്നിട്ടേ അപ്ലൈ ചെയ്യാമ്പോൾ നോട്ടിഫിക്കേഷൻ ഔട്ട് കണ്ട് ഓടിപ്പോയി അപ്ലൈ ചെയ്യരുത്. സോ നമുക്ക് ആദ്യം ഡേറ്റുകൾ നോക്കാം, ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ നോക്കാം, വേക്കൻസി നോക്കാം, ക്വാളിഫിക്കേഷൻ നോക്കാം, എക്സാം ഫീസ് നോക്കാം, അതുപോലെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. നോട്ടിഫിക്കേഷനെ ഡീകോഡ് ചെയ്യുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ എന്ത് ചെയ്യാം, നമ്മുടെ നോട്ടിഫിക്കേഷൻ പിൻ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ കിടപ്പുണ്ട് നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷൻ എടുത്ത് തുറന്നു വയ്ക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ അതിലെ സാങ്കേതിക കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടാവും. എന്തെല്ലാമാണ് ഉള്ളത്, ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം, എന്താണ് വേക്കൻസി, എന്താണ് ഏജ്, എന്താണ് ക്വാളിഫിക്കേഷൻ, അതെല്ലാം പറയുന്നുണ്ടാവും. സോ ഞാൻ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, ഏത് പേജ് നമ്പറിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നും കൂടെ പറയുന്നുണ്ടാവും. നിങ്ങൾക്ക് എടുത്തു നോക്കാം, വ്യക്തത വരുത്താം, എന്നിട്ട് മാത്രം അപ്ലൈ ചെയ്യാം, എന്നിട്ട് മാത്രം പഠിക്കാനിരിക്കാം. ഓക്കെ, സോ ആദ്യത്തെ കാര്യം നോക്കാം. പേജ് നമ്പർ 1ല് സെൻ 0-2025 പേജ് നമ്പർ 1ൽ ഇമ്പോർട്ടന്റ് ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാമാണ്? ഓപ്പണിംഗ് ഡേറ്റ് എന്നാണ് 28/6 നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. ഏകദേശം ഒരു മാസം നമുക്ക് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യാൻ വേണ്ടി കിട്ടും. ഓക്കെ, അവസാനത്തേക്ക് വെക്കാതിരിക്കുക. എന്നാൽ ട്രേഡ് എല്ലാം മനസ്സിലാക്കി, ക്വാളിഫിക്കേഷൻ എല്ലാം മനസ്സിലാക്കി, കറക്റ്റ് ഫീസ് കൊടുത്ത് കറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഒരു തെറ്റും വരുത്താതിരിക്കുക. ഓക്കെ, സോ ഒരു മാസം കൊണ്ട് അപ്ലൈ ചെയ്യുന്നു. ഇനി ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈസ അടച്ചു തീർക്കാൻ പറ്റില്ലെങ്കിൽ ഒരു 2 ദിവസത്തെ എക്സ്റ്റൻഷൻ അതിനുണ്ട്. ഫീ പേയ്മെന്റ് 2 ദിവസത്തെ എക്സ്റ്റൻഷൻ തരുന്നുണ്ട്. ഇനി ഫീ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ട്, എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ വിൻഡോ ഓൺ ആവും. ആ മോഡിഫിക്കേഷൻ വിൻഡോയിൽ നമുക്ക് എന്താ, 250 രൂപ, ഒരു കറക്ഷൻ 250 രൂപ അടച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് മോഡിഫൈ ചെയ്യാം. സോ നമ്മൾ ഓപ്പണിംഗ് ഡേറ്റ് ഒരു മാസം ഉണ്ട്, ആ മാസത്തിൽ അപ്ലൈ ചെയ്യുക. ഒരു 2 ദിവസം കൂടെ പേയ്മെന്റിനുള്ള സമയം കിട്ടുന്നുണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു 10 ദിവസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയാൽ അത് ശരിയാക്കാം. അതിന്റെ 250 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും ഓരോ തെറ്റിനും. ഓക്കെ, സോ മാക്സിമം തെറ്റ് വരുത്താതെ സമയം എടുത്ത് തന്നെ ചെയ്യാം. ഒരു മാസം സമയമുണ്ട്, അവസാനത്തെ ഒരു 5-10 ദിവസങ്ങളിലേക്ക് വയ്ക്കാതിരുന്നാൽ മതി. അതിന് മുന്നേ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ പിന്നെ ഡേറ്റ്സ് ഡ്യൂറിംഗ് വിത്ത് എലിജിബിൾ സ്ക്രൈബ് കാൻഡിഡേറ്റ്സ്, അതായത് സ്ക്രൈബ് വേറൊരാളെ വെച്ച് എക്സാം എഴുതിക്കുന്ന ആൾക്കാർക്ക് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 10 ദിവസം. കണ്ടോ, 10ാം തീയതി കഴിഞ്ഞ് വീണ്ടും ഒരു 10 ദിവസം, വീണ്ടും ഒരു 5 ദിവസം അതിന് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് അത് കഴിഞ്ഞിട്ടും അപ്ലൈ ചെയ്യാം. നിങ്ങൾ നോട്ട് ചെയ്യുക, ഡീറ്റെയിൽസ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആൻഡ് ചൂസ് ആൻ RRB. ആദ്യം നമ്മളൊരു OTR ചെയ്യും, വൺ ടൈം രജിസ്ട്രേഷൻ.
ആ വൺ ടൈം രജിസ്ട്രേഷനിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസും അതുപോലെ RRB ഒരു വട്ടം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മോഡിഫിക്കേഷൻ വിൻഡോയിൽ മാറ്റാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ ഞാൻ ചെന്നൈ RRBയിൽ കൊടുത്തു, അല്ലെങ്കിൽ ട്രിവാൻഡ്രം RRBയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മോഡിഫിക്കേഷൻ വിൻഡോയിൽ പോയിട്ട് എന്ത് മാറ്റാൻ പറ്റില്ല? RRB മാറ്റാൻ പറ്റില്ല, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ മാറ്റാം. ഓക്കെ, സോ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിലും ചൂസ് RRBയിലും കൊടുത്ത കാര്യങ്ങൾ പിന്നെ മാറ്റാൻ പറ്റില്ല. സോ ഇത് രണ്ടും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് ഡീറ്റെയിൽസ്. ഡേറ്റ്സിന്റെ കാര്യങ്ങൾ ഇത്രയാണ്, ഓർത്തു വയ്ക്കുക. 28 അടുത്ത മാസം 28-ാം തീയതി വരെ, ജൂലൈ 28-ാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഡേറ്റ് മറക്കാതിരിക്കുക. നമ്മൾ PSCയിലെല്ലാം മറന്നു പോകുന്ന പോലെ കൺഫർമേഷൻ കൊടുക്കാനും മറ്റൊന്നും മറന്നു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവസരം നഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സോ ITIക്കാരെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ITI നമ്മൾ പാഷനേറ്റ് ആയിട്ട് എനിക്ക് മെക്കാനിക് ആവാൻ താല്പര്യമുള്ളതുകൊണ്ട് ITI പഠിച്ച എനിക്ക് റെയിൽവേയിൽ കിട്ടാവുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല ജോലിയാണ് ഇത്, ടെക്നീഷ്യൻ. ഓക്കെ, അതും ഗ്രേഡ് 3. ഗ്രേഡ് 1-ന് BTech വേണം. സോ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ് നിങ്ങൾക്കുള്ള സ്വപ്ന ജോലി. നമുക്ക് മുന്നോട്ട് പോവാം. വേക്കൻസീസ് എത്രയുള്ള? ഓൾറെഡി ഇതിനെപ്പറ്റി നമ്മൾ 2 വീഡിയോ ചെയ്തതാണ്, എന്നാലൊന്ന് നോക്കുക. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, അതായത് ലെവൽ 5 പോസ്റ്റ് ആണ്, ജൂനിയർ എഞ്ചിനീയറിന്റെ തൊട്ട് താഴെയുള്ള പോസ്റ്റ് ആണ്. ഓക്കെ, ആ പോസ്റ്റിന് മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 183 പോസ്റ്റ് ആണുള്ളത് എല്ലാ RRBയിലും കൂടെ. പോസ്റ്റ് കുറവാണ്, ഏകദേശം 16-17 RRBs ഉണ്ട്. 16 to 17 RRBs. ഓരോ തവണ RRB കുറഞ്ഞു വരാറുണ്ട്. ആ RRBയിൽ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ വിളിക്കുള്ളൂ. സോ അത്രയും RRBയിൽ ഏകദേശം 183 ഒഴിവുകളേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കാണാം, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ലെവൽ 2 പോസ്റ്റ് ആണ്. ഇനീഷ്യൽ പേ 20,000-ഓളം ഉണ്ട്. അതിന്റെ മുകളിലേക്ക് ഒരുപാട് പേർക്സ് എല്ലാം കിട്ടും കേട്ടോ. 20,000 അല്ല നിങ്ങൾക്ക് കിട്ടുക, ഇനീഷ്യൽ പേ ആണത്. അതിന്റെ മുകളിലേക്ക് കുറെ അലവൻസസും പേർക്സും കിട്ടും. അത് കഴിഞ്ഞാൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 6,000 ഒഴിവുകളുണ്ട്. ഓൾ ഇന്ത്യ ബേസിൽ 6,000 ഒഴിവുകളുണ്ട്. സോ അത്ര ചെറിയ ഒഴിവല്ല, നോക്കുമ്പോൾ കുറവായിട്ട് തോന്നുമെങ്കിലും ITIക്കാർ മാത്രം അപ്ലൈ ചെയ്യുന്ന ഒഴിവുകളാണത്. ഓക്കെ, സോ അത്ര മോശം ഒഴിവുകളല്ല, മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ ഏതൊക്കെ സോണിൽ എത്ര ഒഴിവുകൾ ഉണ്ടെന്നുള്ളത് അനക്സ്റ്റർ ബിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ പേജ് ആണ്, എങ്ങനെയാ നോക്കേണ്ടതെന്ന്. സോ നമ്മൾ വേക്കൻസി മനസ്സിലാക്കി, ഡേറ്റുകൾ മനസ്സിലാക്കി. സോ നമ്മൾ എന്ത് മനസ്സിലാക്കി? നമുക്ക് കൊടുക്കാം, 28-ാം തീയതി വരെ കൊടുക്കാൻ പറ്റും. അതുപോലെ 6,000 ഒഴിവുകളുണ്ട്. സോ ITIക്കാർ ഒരിക്കലും ഈ അവസരം കളയരുന്ന് മനസ്സിലാക്കി. സോ ഇത് എനിക്കുള്ള പരീക്ഷയാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഞാൻ എലിജിബിൾ ആണോ, എന്റെ ഏജ് വെച്ച് ഞാൻ എലിജിബിൾ ആണോ, എന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ച് എലിജിബിൾ ആണോ, അതുപോലെ എന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് എലിജിബിൾ ആണോ. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ PSC എഴുതുന്ന പോലെ അല്ല റെയിൽവേയുടെ കാര്യങ്ങൾ. റെയിൽവേയിലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുറച്ചും കൂടെ പക്കയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ പോസ്റ്റിന് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് എനിക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ PSC അപ്ലൈ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ SSC ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ UPSC അപ്ലൈ ചെയ്യുന്ന പോലെ ഒന്നും അല്ല. കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഒരു ക്വാളിഫിക്കേഷൻ വരും, ആര്? മെഡിക്കൽ സ്റ്റാൻഡേർഡ്. നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഏജ്. എന്താണ്? ഗ്രേഡ് 1 സിഗ്നലിന് 33 വയസ്സ് വരെയും, അതുപോലെ ഗ്രേഡ് 3ക്ക് 30 വയസ്സ് വരെയും. അതായത് അൺറിസർവ്ഡ് അല്ലെങ്കിൽ EWS കാറ്റഗറി, ജനറൽ അല്ലെങ്കിൽ EWS കാറ്റഗറിയിൽ 92-ന് ശേഷം ജനിച്ചവരായിരിക്കണം. OBC ആണെങ്കിൽ 89-ന് ശേഷം ജനിച്ചവരായിരിക്കണം. SC ST ആണെങ്കിൽ 87-ന് ശേഷം ജനിച്ചാലും മതി. പക്ഷെ ലോവർ 2007-ന് മുൻപ് ജനിച്ചവരായിരിക്കണം. സോ നോട്ട് ലേറ്റർ ദാൻ 2007 കഴിഞ്ഞ് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഗ്രേഡ് 1-ന്റെയും ഗ്രേഡ് 3-യും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഗ്രേഡ് 3 അപ്ലൈ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 1990-ന് ശേഷം ജനിച്ചവർ ഓക്കെയാണ്. ഓക്കെ, നിങ്ങൾ ആ സമയത്ത് ഏതാ? OBC NCL കാറ്റഗറി ആണെങ്കിൽ 92-ന് ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുന്നേ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഗ്രേഡ് 3 അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1995-ന് ശേഷം ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുന്നേ ജനിച്ചവർക്ക് 30 വയസ്സിന് മുകളിൽ പോയിട്ടുണ്ടാവും, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഇതാണ് ഏജ് വരുന്നത്. അതിൽ റിലാക്സേഷൻ ആർക്കുള്ളത്? SC STക്കും OBCക്കും ഉള്ളത്. അതാണ് ഇവിടെ ഡേറ്റ് മാറ്റം വന്നിട്ടുള്ളത്. 5 കൊല്ലത്തെയും 3 കൊല്ലത്തെയും ഈ റിസർവേഷനിൽ വരുമ്പോൾ മാറ്റം വരുന്നതുകൊണ്ടാണ് URൽ നിന്ന് ഈ മാറ്റം വന്നിട്ടുള്ളത്. കണ്ടോ, 3 കൊല്ലം മാറ്റം, ഇവിടെ 5 കൊല്ലം മാറ്റം. ആ മാറ്റം വരാൻ കാരണം എന്താ? ഇവിടെ റിലാക്സേഷൻ ഉള്ളതുകൊണ്ടാണ്. ഇനി ഇതുകൊണ്ട് തീരുന്നില്ല. ഏജ് റിലാക്സേഷൻ ഇവർക്ക് മാത്രമല്ല, വേറെ കുറച്ച് കാറ്റഗറീസിനുണ്ട്. നമ്മൾ എന്ന് നോട്ടിഫിക്കേഷൻ ഔട്ട് വീഡിയോ ചെയ്താലും കുട്ടികൾ അതിന്റെ അടിയിൽ ചോദിക്കാറുണ്ട്, സാറേ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമുക്ക് നോക്കാം. കണ്ടോ, SC ST കാൻഡിഡേറ്റ്സിന് 5 കൊല്ലത്തെ ഇതുണ്ട്, റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് 3 കൊല്ലത്തെ റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ എക്സ് സർവീസ് മാനിന് 3 കൊല്ലത്തെ റിലാക്സേഷൻ ഉണ്ട്. ആര്? ജനറലിന്. അതായത് അവരുടെ സർവീസ്, അവരുടെ ഏജിൽ സർവീസും കൂടി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും 3 കൊല്ലത്തെ. അവര് OBC ആയിട്ടുള്ള എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 6 കൊല്ലം, SC ST ആയിട്ടുള്ള എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 8 കൊല്ലം.
ഓക്കെ, താഴോട്ട് പോയാൽ PWDക്കാർക്കുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് 10, 13, 15. ജനറലിന് 10 കൊല്ലത്തെ റിസർവേഷൻ അല്ലെങ്കിൽ ഏജ് റിലാക്സേഷൻ, OBCക്ക് 13 കൊല്ലം, SC/STക്ക് 15 കൊല്ലം. താഴെ നോക്കിയാൽ റെയിൽവേ സ്റ്റാഫിനുള്ളത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മറ്റു ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവരുടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏഴാമത്തെ വായിച്ചു നോക്കിയാൽ അറിയാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഹു ആർ widowed, divorced or judicially separated from the husband but not remarried. അതായത് ഡിവോഴ്സ്ഡ് ആയിട്ടോ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വിഡോസിന് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതുപോലെ 38 വയസ്സ്, 40 വയസ്സ്, ജനറലിന് 35 വയസ്സ്, OBCക്ക് 38 വയസ്സ്, SC/STക്ക് 40 വയസ്സ്. ഇങ്ങനെ ഒരു മാറ്റം കൂടെ ഉണ്ട് എന്ന് ഓർക്കുക. സോ ഇങ്ങനെ റിസർവേഷൻ ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല, ഇതും കൂടെ ഉണ്ട്. ഓക്കെ, ഗ്രേഡ് 3യുടെ കാര്യം പറയുന്നത് ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേജ് നമ്പർ 7 നോക്കിയാൽ മതി, ഇത് കാണാം. ഓക്കെ, ടെലിഗ്രാമിലും ഈ വീഡിയോയുടെ അടിയിലും ഞാൻ എന്ത് ചെയ്യാം, ആ PDF കൊടുക്കാം. പേജ് നമ്പർ എടുത്തു നോക്കുക, വായിച്ചു നോക്കുക, അപ്ലൈ ചെയ്തോളുക. ഓക്കെ, മുന്നോട്ട് പോയാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞതുപോലെ PSC അപ്ലൈ ചെയ്യുന്ന പോലെ, SSC അപ്ലൈ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ UPSC IASനെല്ലാം അപ്ലൈ ചെയ്യുന്ന പോലെ അല്ല, ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്താണ് മെക്കാനിക്കലാണ് അപ്ലൈ ചെയ്യുന്നത്, മെക്കാനിക്കൽ ITIക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആളാണ്, ഫിറ്റർ എന്ന് പറഞ്ഞ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്ന ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഗ്രേഡ് 3 സിഗ്നൽ ഇലക്ട്രോണിക്സിന്റെ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന ആളാണ്. ഓരോ പോസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഓക്കെ, ചിലതിന് കണ്ണട വയ്ക്കാൻ പറ്റില്ല, ചിലതിന് കണ്ണട വയ്ക്കാൻ പറ്റും, പക്ഷെ ലാസിക് ചെയ്ത് പറ്റില്ല. ചിലത് ലാസിക്കും പ്രശ്നമല്ല, കണ്ണടയും പ്രശ്നമല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഇങ്ങനെ ഓരോന്നിനും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, മേജർ ആയിട്ട് A3, B1, B2, C1 ഈ 4 കാറ്റഗറിയാണ് ഈ നോട്ടിഫിക്കേഷനിലുള്ള പോസ്റ്റുകൾക്ക് ഉള്ളത്. ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ഗ്രേഡ് 3 പോസ്റ്റുകൾക്ക് ബേസിക്കലി ഇത്രയാണുള്ളത്. നിങ്ങൾ വായിച്ചു നോക്കുക, ആ വിഷൻ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഈ വീഡിയോ പോയി കണ്ടു നോക്കുക, നമ്മുടെ ചാനലിലുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നോക്കുക, റെയിൽവേ എക്സാംസിന് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അറിഞ്ഞിരിക്കേണ്ടതെല്ലാം അരമണിക്കൂറിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. നിങ്ങൾ A3 ആണോ, C1 ആണോ, B1 ആണോ, B2 ആണോ എന്ന് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റി വെക്കുക. നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു സാധനത്തിൽ കയറി അപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ അതിന് ഒരു പ്രയോറിറ്റി കൊടുത്താൽ നിങ്ങൾക്ക് ആ ജോലി എന്താ കിട്ടാൻ പോകുന്നില്ല. കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യും, പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. സോ അതനുസരിച്ചും കൂടെ വയ്ക്കുക. ആ നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള സോണ്, ഇപ്പോൾ ചെന്നൈ സോണിൽ നിങ്ങൾക്കുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റ് കുറവാണെങ്കിൽ ആ സോണിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ഏത് സോണിലാണോ നിങ്ങൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പോസ്റ്റ് ഉള്ളത് ആ സോൺ മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഓക്കെ, സോണിന്റെ വീഡിയോ വരുന്നുണ്ടാവും, നമുക്ക് അപ്പൊ അത് ഡിസ്കസ് ചെയ്യാം. സോ ഇനി ക്വാളിഫിക്കേഷൻ നോക്കി നിങ്ങൾക്ക് അറിയാം. ഫോർ എക്സാമ്പിൾ ഗ്രേഡ് 1 സിഗ്നൽ പേ ലെവൽ 5 ആണ്. S&T സിഗ്നൽ ആൻഡ് ട്രാൻസ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, സബ് ഡിപ്പാർട്ട്മെന്റ് സിഗ്നൽ ആണ്. അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്, 31 അല്ല, സോറി, B1 ആണ് എന്ത് അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, അതിന് വേറെ PWDയിൽ എന്തെല്ലാം പറ്റും, ഓക്കെ, PWDയിൽ ഏതെല്ലാം PWD പറ്റും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ, ബാച്ചലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെന്റേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ BSc in combination of any substream of basic streams of physics, electronics, computer science, information technology, instrumentation from a recognized university. അല്ലെങ്കിൽ ഒരു 3 year diploma in engineering on basis in the above basic streams or combinations എന്നും കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും പേർക്ക് ഗ്രേഡ് 1 അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ഏകദേശം 50ാമത്തെ പേജ് വരെ 35ാമത്തെ പേജ് വരെ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 35ാമത്തെ പേജ് മുതൽ 50ാമത്തെ പേജ് വരെ ഓരോ സോണില് ഏതൊക്കെ പോസ്റ്റുകളുള്ള, അതത് പോസ്റ്റുകൾക്ക് എത്ര ഒഴിവുകളുള്ള എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും നോക്കുമ്പോഴാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് നമ്മൾ OTR ചെയ്ത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യുമ്പോൾ അവസാനം ഇവർ ചോദിക്കും ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏതെല്ലാം പോസ്റ്റിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, സിഗ്നലിനാണോ ആദ്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് സ്മിത്ത് ആണോ ആദ്യം വേണ്ടത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനുള്ള സാധനങ്ങൾ ഒരു ലിസ്റ്റ് ആയിട്ട് ഇവിടെ വരും. അതിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. ആ പ്രയോറിറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഇതിൽ എനിക്ക് താല്പര്യമുള്ളത് ഏതാണ്, നിങ്ങൾക്ക് ഫിറ്ററിന് താല്പര്യമുണ്ടോ, ഇത് ഏതാണിത്, ഗ്രേഡ് 1 ട്രാക്ക് മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്ന ടെക്നീഷ്യൻസ് ആണ് ട്രാക്ക് മെഷീൻ. ഒരു ഫീൽഡ് വർക്കാണ്. നിങ്ങൾക്ക് ഫീൽഡ് വർക്കിനോട് താല്പര്യമുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഫസ്റ്റ് കൊടുക്കാം. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഓഫീസ് ഈ വർക്ക്ഷോപ്പിലുള്ള വർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും, ഡീസൽ മെക്കാനിക് പോലെയുള്ള പോസ്റ്റുകൾ ഉണ്ടാവും, അത് ആദ്യം കൊടുക്കാം. സോ അങ്ങനെ പ്രയോറിറ്റി നോക്കിയിട്ട് വേണം
എന്ത് ചെയ്യാൻ, സോൺ കൊടുക്കാൻ. സോ ധൃതി പിടിക്കാതെ മനസ്സിലാക്കിയിട്ട് തന്നെ കൊടുക്കുക. അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുക. അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും, അപ്പൊ ഡീറ്റെയിൽസ് മനസ്സിലാവും. സോ 27ാമത്തെ പേജ് മുതൽ 50ാമത്തെ പേജ് വരെ വായിച്ചു നോക്കുക. അതിൽ 36ാമത്തെ പേജ് വരെ അല്ലെങ്കിൽ 35-36ാമത്തെ പേജ് വരെ എന്ത് കൊടുത്തിട്ടുണ്ടാവും, ഓരോ പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം 50ാമത്തെ പേജ് വരെ ഓരോ RRBയിൽ എത്ര ഒഴിവുണ്ടെന്ന് കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് വേണ്ട പോസ്റ്റുകൾ ഏത് RRBയിലാണോ കൂടുതൽ ആ RRBയിൽ കൊടുക്കാനും എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. സോ സോണും പോസ്റ്റും മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. സോ ഇത്രയാണ് ക്വാളിഫിക്കേഷന്റെ കാര്യം. ഓക്കെ, ഞാൻ എല്ലാം ഇവിടെ കൊടുക്കാൻ എനിക്ക് സ്ഥലമില്ല, 37 പോസ്റ്റ് ഉണ്ട്, ഇതെല്ലാം ഇവിടെ കൊടുക്കാൻ പറ്റില്ല. സോ നിങ്ങൾ പോയി വായിച്ചു നോക്കുക. നമ്മൾ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ടാവും. ഇതിപ്പോ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടല്ലേ ഉള്ളൂ, ഇതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇനി വരുന്നുണ്ടാവും. ഓക്കെ, സോ എക്സാം ഫീസ് എന്താണ്, എല്ലാ കാൻഡിഡേറ്റ്സിനും പൊതുവേ 500 രൂപയാണ്. അതില് CBT എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 400 രൂപ റീഫണ്ട് ആവും. ഓക്കെ, പൊതുവേ 500 രൂപയാണ്. CBT 1 എഴുതി കഴിഞ്ഞാൽ 400 രൂപ റീഫണ്ട് ആവും. ഫോർ കാൻഡിഡേറ്റ്സ് ഹു ബിലോങ് ടു SC, ST, സർവീസ് മാൻ, അതുപോലെ എക്സ് സർവീസ് മാൻ, അതുപോലെ PWD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റി ഓർ EBC, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, അതായത് വാർഷിക വരുമാനം 50,000-ൽ കുറവുള്ള ആൾക്കാർ, EWS അല്ല EBC, വാർഷിക വരുമാനം 50,000-ന് കുറവുള്ള ആൾക്കാർക്കും 250 രൂപ കൊടുത്താൽ മതി. ദിസ് ഫീ ഓഫ് 250 ഷാൽ ബി റീഫണ്ടഡ് ഡ്യൂലി ഡിഡക്റ്റഡ് ബാങ്ക് ചാർജസ് ഓൺ ആസ് ആപ്ലിക്കബിൾ ഓൺ അപ്പിയറിംഗ് CBT. ഈ 250 മൊത്തവും തിരിച്ചു കിട്ടും. നിങ്ങളൊരു മൈനോറിറ്റി ആണെങ്കിൽ, നിങ്ങളൊരു ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ, നിങ്ങളൊരു PWDക്ക് അർഹനായിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ, നിങ്ങളൊരു എക്സ് സർവീസ് മാൻ ആണെങ്കിൽ നിങ്ങൾ 250 രൂപ അടിക്കുക, അത് തിരിച്ചു കിട്ടും. പിന്നീട് CBT 1 എഴുതി കഴിഞ്ഞാൽ പിന്നീട് അത് റീഫണ്ട് ആവും. അതുപോലെ തന്നെ 500 കൊടുക്കുന്നവർക്ക് 400 റീഫണ്ട് ആവും. ഇതല്ലാത്ത ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സും 500 രൂപയാണ് അടയ്ക്കേണ്ടത്. ഓക്കെ, അതുകൂടെ മനസ്സിലാക്കുക. ഇത് 30-ാം തീയതി വരെ നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് 30-ാം തീയതി വരെ ഉണ്ട്. രജിസ്ട്രേഷൻ ഫുള്ള് കഴിക്കാനുള്ള ഡേറ്റ് 28-ാം തീയതി വരെയാണ് ഉള്ളത്. അതും കൂടെ ശ്രദ്ധിക്കാം. സോ എക്സാം ഫീസ് മനസ്സിലായി. ഇനി ഈ എക്സാം എങ്ങനെ നടക്കുക, CBT ഒരു പരീക്ഷ ഉണ്ട്, ഒരൊറ്റ പരീക്ഷ. RRB JEക്ക് 2 ടയർ ഉണ്ട്. RRB NTPC അതായത് ജൂനിയർ എഞ്ചിനീയർ RRB JEക്ക് 2 ടയർ ഉണ്ട്. RRB ALP ഡിപ്ലോമ ലെവൽ പരീക്ഷയ്ക്ക് എത്ര ഉണ്ട്, അതിനുമുണ്ട് 2 ടയർ. RRB NTPCക്ക് എത്ര ഉണ്ട്, അതിനുമുണ്ട് 2 ടയർ. അത് കഴിഞ്ഞാൽ പിന്നെയും ഉണ്ട് കേട്ടോ. സോ ഇവിടെ നോക്ക്, നമ്മുടെ ടെക്നീഷ്യന് എത്ര ടയറേ ഉള്ളൂ, ഒരൊറ്റ എക്സാം. അത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞാൽ മെഡിക്കൽ. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പരീക്ഷയിൽ ജയിച്ചാൽ മതി, നിങ്ങൾക്ക് ജോലി കിട്ടും. അവിടുന്ന് പിന്നെ പ്രൊമോഷൻ സാധ്യതകളുണ്ട്. നിങ്ങൾ അതിനുള്ള ക്വാളിഫിക്കേഷൻ BTech എല്ലാം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JEE പോലുള്ള പരീക്ഷകൾ വീണ്ടും എഴുതാം. ആ ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷകളെല്ലാം പ്രൊമോഷൻ എല്ലാം കിട്ടിയിട്ട് പിന്നെയും കയറി പോവാം. സോ സാധ്യതകൾ ചെറുതല്ല, മനസ്സിലാക്കുക. പക്ഷെ IT ഉള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ITA ഉള്ള എത്ര പേരുണ്ടാവും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? വളരെ കുറച്ച് പേരുണ്ടാവുള്ളൂ. സോ സീരിയസ് ആയിട്ട് ITA ഉള്ള ജനറൽ അവയർനെസ്സും മാത്സും റീസണിങ്ങും സയൻസും പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇതൊരു സുവർണാവസരമാണ്, ഒരു സംശയമില്ല. ITA ഉള്ള BTechക്കാർ എത്ര പേരുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. സോ മനസ്സിലാക്കുക, ഇതൊരു പൂൾ ഓഫ് ആൾക്കാർക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷയാണ്, കുറച്ച് പേർക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷയാണ്. ഇത് ITA-ക്കാർക്ക് എഴുതാം. പിന്നെ കുറച്ച് പോസ്റ്റുകൾ +2 സയൻസ് ഉള്ളവർക്ക് എഴുതാൻ പറ്റും. നമ്മൾ അടുത്ത വീഡിയോയിൽ സോണിന്റെയും പോസ്റ്റിന്റെയും വീഡിയോയിൽ ഏതൊക്കെ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ആണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടോ. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു അവസരമാണ്. ഒരൊറ്റ എക്സാമേ ഉള്ളൂ. DV കഴിഞ്ഞാൽ മെഡിക്കൽ കഴിഞ്ഞാൽ നമുക്ക് ജോലിയിലേക്ക് എത്താവുന്നതാണ്. സോ മോശം ഒരു അവസരമല്ല, സുവർണ അവസരം തന്നെയാണ്, കളയാതിരിക്കുക. ഓക്കെ, സോ 16-ാമത്തെ പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതും കാണാം. നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുക, വായിച്ചു നോക്കുക. ഈ നോട്ടിഫിക്കേഷനിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മാത്രം സോണും പോസ്റ്റും കണ്ടിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. തിരക്ക് പിടിച്ച് തിടുക്കം പിടിച്ച് അപ്ലൈ ചെയ്യാതിരിക്കുക. കാര്യം ആ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും നമ്മളെ ജോലിക്ക് വിളിക്കാൻ പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഗ്രേഡ് 1 സിഗ്നൽ നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾ അർഹരാണെങ്കിൽ, ഗ്രേഡ് 1 സിഗ്നലിന്റെ പോസ്റ്റ് നിങ്ങൾ കൊടുക്കാൻ അർഹരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതല്ല, ഗ്രേഡ് 3 കൊടുക്കാൻ പറ്റുന്നവരും ഓൾറെഡി ALP അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എന്താ, ഗ്രേഡ് 3 ഉള്ളവർക്ക് ALP ഫ്രീ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. ആ കോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതല്ലാതെ ഗ്രേഡ് 3ക്കും ആ ALPക്കും വേണ്ടി ബണ്ടൽ ബാച്ച് ഉണ്ട്. അതിൽ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുണ്ടാവും. അതില് ALPയുടെ CBT 1 CBT 2 അത് ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുണ്ടാവും. സോ ഈ പറയുന്ന പല രീതികളിൽ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതികളിൽ ബണ്ടൽ കോഴ്സുകളായിട്ടും സിംഗിൾ കോഴ്സുമായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ കസ്റ്റമൈസ് ചെയ്ത കോഴ്സുകൾ നമ്മുടെ അടുത്തുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിൽ തന്നിട്ടുള്ള നമ്പറിൽ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അറിയിക്കുക. നമ്മൾ അതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, കണ്ടോ, ടെക്നീഷ്യന്റെ ബാച്ച് ഉണ്ട്, ALPയുടെ പ്രത്യേകം ബാച്ച് ഉണ്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 3 പ്ലസ് ALP ബാച്ച് ഉണ്ട്. ഇനി ഗ്രേഡ് 3 മാത്രം ബാച്ച് എടുക്കുന്നവർക്ക് എന്താ ALP നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അതിന്റെ കൂടെ തന്നെ.
നമ്മുടെ ടെലിഗ്രാം ചാനൽ നോക്കുക, ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കുക. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര ക്ലാസ് അവേഴ്സ്, പ്രാക്ടീസ് ടെസ്റ്റുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണോ അങ്ങനെ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് കണ്ടിട്ട് മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഈ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു പിഴവ് കാരണം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ മനസ്സിലാവാത്തതിൻ്റെ ഒരു പിഴവ് കാരണം നിങ്ങൾക്ക് നിങ്ങൾ അർഹരായിട്ടുള്ള ജോലി കിട്ടാതിരിക്കരുത്. ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.